വാരണാസിയിലെ ദശാശ്വമേധ് ഘട്ടിലും അതുപോലെ തന്നെ ഹരിദ്വാറിലും ഋഷികേശിലും ദിവസവും വൈകുന്നേരം നടക്കുന്ന അതിമനോഹരമായ ഒരു ആത്മീയ ചടങ്ങാണ് ഗംഗ ആരതി എന്ന് പറയുന്നത്. പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങ് കാണുന്നത് തന്നെ വളരെ മനോഹരമാണ്. മന്ത്രോച്ചാരണങ്ങൾ, മണികൾ, ദീപങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് പൂജാരിമാർ ഗംഗാദേവിയെ ആരാധിക്കുന്ന ഈ ചടങ്ങ് നദിയെ ഒരു ജീവനുള്ള ദേവതയായി കണക്കാക്കി നടത്തുന്ന ഒരു ആരാധനയാണ്. വാരണാസിയിലെ ദശാശ്വമേധ് ഘട്ടിൽ ദിവസവും 6:30 സന്ധ്യയ്ക്ക് പുരോഹിതന്മാർ ചേർന്നാണ് ഈ ആരതി നടത്തുന്നത്. തണുപ്പുള്ള കാലാവസ്ഥ ഉള്ള സമയങ്ങളിൽ സമയത്തിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. ഗംഗയെ ദിവ്യമാതാവായി കണ്ട് നദിക്ക് നന്ദി അറിയിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഗംഗാ ആരതി എന്ന് പറയുന്നത്. താളാത്മകമായ മന്ത്രങ്ങൾക്കൊപ്പം ദീപങ്ങൾ ഉയർത്തിയും താഴ്ത്തിയും ചെയ്യുന്ന ഈ ചടങ്ങ് കാണാൻ വളരെ മനോഹരമാണ്. ഇത് കൂടാതെ തന്നെ ഹരിദ്വാറിലെ ഹർക്കി പൗരിയിലും ഋഷികേശിലെ പാരാരത് നികേതനിലും ഗംഗാ ആരതി നടത്തപ്പെടുന്നു. ഈ ചടങ്ങ് തുടങ്ങുന്നത് 6:30-ക്കാണെങ്കിലും നമ്മൾ കുറേ നേരത്തെ തന്നെ എത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മുൻവശത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ 5 മണിയായപ്പം എന്നിട്ടും നമുക്ക് ഇത്രയും പുറകിലായിട്ടാണ് സ്ഥലം കിട്ടിയത്. അപ്പം നേരത്തെ വരണം. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഗംഗയിൽ നിന്നുകൊണ്ട് തന്നെ ഇത് കാണാൻ സാധിക്കും കേട്ടോ. ബോട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് അതിനവർ ചാർജ് ചെയ്യുന്നത് 200 രൂപയാണ് കേട്ടോ. അപ്പം അതും അത്യാവശ്യം ഫ്രണ്ടിൽ തന്നെ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എത്തണം. ഈ ഒരു ഘട്ടിലെ ആരതിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്നാണ് കേട്ടോ. ഇത് കൂടാതെ മണികർണിക ഘട്ടിലും വൈകുന്നേരം ഇതേ സമയത്ത് തന്നെ ആരതിയുണ്ട്. അതുകൂടാതെ അസിഘട്ടിൽ രാവിലെയും ആരതിയുണ്ട്. അപ്പം എല്ലാ ഘട്ടിലും ഇതുപോലുള്ള ആരതി ഉണ്ടെങ്കിലും ദശാശ്വമേധ ഘട്ടിലെ ആരതിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് പറയപ്പെടുന്നു. ഗംഗ ആരതിക്ക് കൃത്യമായിട്ട് ഒരു തുടക്കകാലം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഒരു പുരാതനമായ പാരമ്പര്യമാണ് ഇത്. ഇവിടുത്തെ ആരാധനാ രീതി എന്ന് പറയുന്നത് ദശാശ്വമേധ് ഘട്ടിൽ 7 ബ്രാഹ്മണർ ചേർന്നാണ് പ്രധാന ആരതി നടത്തുന്നത്. താളാത്മകമായ മന്ത്രോച്ചാരണങ്ങൾ, ശംഖുനാദം, ഭക്തിഗാനങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ഈ ഒരു ചടങ്ങ്. ഗംഗാ മാതാവിനോടുള്ള ബഹുമാന സൂചകമായി നടത്തുന്ന ഈ ആരതി പാപങ്ങൾ കഴുകിക്കളയുമെന്നും ആത്മീയ ഉണർവ് നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഋഷികേശിലെ ആരതി വ്യക്തിപരമായ ആത്മീയ അനുഭവം നൽകുന്നതായി കണക്കാക്കപ്പെടുന്നു. നദിക്ക് ദീപങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ പ്രകാശത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമായി ആരതി മാറുന്നു. ഗംഗാ ആരാധനയിൽ പുരോഹിതന്മാർ ഒന്നിലധികം തട്ടുകളുള്ള എണ്ണവിളക്കുകളുടെ രൂപത്തിൽ അഗ്നിയെ വഴിപാടായി ഉപയോഗിക്കുന്നു. താളാത്മകമായ മന്ത്രങ്ങൾ, മണികൾ മുഴങ്ങുന്നു. ഈ ആത്മീയ കാഴ്ച കാണാൻ കാണികൾ കാട്ടിലോ ബോട്ടുകളിലോ ഒക്കെയായിട്ട് ഒത്തിരി പേരെത്തുന്നുണ്ട്. ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെയും ഉറവിടമായി കണക്കാക്കപ്പെടുന്ന ഗംഗാനദിയോടുള്ള ആദരവ് ആരതിയിൽ പ്രതിഫലിക്കുന്നു. ഇത് ഭക്തിയുടെ, ഐക്യത്തിൻ്റെയും ആകർഷകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഗംഗാതീരത്ത് ദിവസവും നടക്കുന്ന ഈ ആരാധന നാഗരികതയുടെ നിത്യജീവരേഖയായി കണക്കാക്കപ്പെടുകയും ഗംഗാമാതാവിനോടുള്ള ആഴമായ ആദരവ് ഈ ആചാരം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. നൂറ്റാണ്ടുകളായി കാശിയിലെ ജനങ്ങൾ നദിയിൽ പ്രാർത്ഥനകൾ അർപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് കാണുന്നത് പോലെ സംഘടിതമായ വൈകുന്നേര ഗംഗാ ആരതി ആരംഭിച്ചത് 1990-കളിലാണ്. പഴക്കമുള്ള പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം വലിയ തോതിൽ ഭക്തി പ്രകടിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് ആചാരം. വൈദിക ആഗമിക് ആചാരങ്ങളിൽ പരമ്പരാഗതമായി പരിശീലനം നേടിയ ഒരു കൂട്ടം യുവ പുരോഹിതന്മാരാണ് ആരതി നടത്തുന്നത്. സ്വർണ്ണ അതിർത്തികളുള്ള കുങ്കുമവും ക്രീം നിറത്തിലുള്ള വസ്ത്രങ്ങളും ധരിച്ച് അവർ വലിയ ഒന്നിലധികം തട്ടുകളുള്ള പിച്ചള വിളക്കുകൾ, ധൂപവർഗ്ഗങ്ങൾ,
ശംഖ്, ഷെല്ലുകൾ എന്നിവ പിടിച്ച് തികഞ്ഞ സമന്വയത്തോടെ നീങ്ങുന്നു. ശംഖുകൾ ഊതുന്നതിലൂടെയും തുടർന്ന് താളാത്മകമായി മന്ത്രങ്ങൾ ജപിക്കുക, മണികൾ മുഴക്കുക, നദിയിലേക്ക് അഗ്നി, പൂക്കൾ, കർപ്പൂരം എന്നിവ അർപ്പിക്കുന്നതിലൂടെയും ചടങ്ങ് ആരംഭിക്കുന്നു. ഓരോ ചലനവും പ്രതീകാത്മകമാണ്. അഗ്നി വിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നു, പൂക്കൾ ഭക്തിയെ സൂചിപ്പിക്കുന്നു, ധൂപവർഗം ആത്മീയ സുഗന്ധത്തിൻ്റെ വ്യാപനത്തെ സൂചിപ്പിക്കുന്നു. ഏറ്റവും വലുതും പ്രശസ്തവുമായ ഗംഗാരതി ദശാശ്വമേധ ഘട്ടിലാണ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ വാരണാസിയിലുടനീളമുള്ള നിരവധി ഘാട്ടുകളിൽ ഈ ആചാരം നടക്കുന്നു. പ്രധാനവും ഏറ്റവും വിപുലവുമായ ആരതി ദിവസവും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നു. സുബ്ബായി ബനാറസ് ആരതി എന്ന അറിയപ്പെടുന്ന ഇത് സൂര്യോദയ സമയത്തും വൈകുന്നേരവും യോഗ, ഭക്തി, സംഗീതം, പ്രാർത്ഥനകൾ എന്നിവ സംയോജിപ്പിച്ച് അവതരിപ്പിക്കുന്നു. ഇത് നടക്കുന്നത് അസിഘട്ടിലാണ്. പിന്നീട് ഗംഗാ ആരതി നടക്കുന്നത് രാജേന്ദ്ര പ്രസാദ് ഘട്ട്, രാജ് ഘട്ട്, കേദാർ ഘട്ട്. ദശാശ്വമേധത്തിൻ്റെ കനത്ത തിരക്കിൽ നിന്ന് മാറി സന്ദർശകർക്ക് കൂടുതൽ അടുപ്പമുള്ള അനുഭവം നൽകാൻ സഹായിക്കുന്ന ആരതിയുടെ ചെറുതും എന്നാൽ അത്ര തന്നെ ആത്മാർത്ഥവുമായ പതിപ്പുകൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഗംഗാമാതാവിനോടുള്ള ഭക്തി ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് വാരണാസിയിലെ മുഴുവൻ ഘട്ടുകളിലൂടെയും ഒഴുകുന്നുവെന്ന് ഈ വ്യാപകമായ ആചാരം കാണിക്കുന്നു. സാധാരണയായി സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച് ഏകദേശം 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആരതി ആളുകൾ വളരെ നേരത്തെ തന്നെ ഘട്ടുകളുടെ പടികളിൽ ഒത്തുകൂടുന്നു. അതേസമയം പലരും നദിയിലെ ബോട്ടുകളിൽ നിന്ന് മനോഹരമായ കാഴ്ച കാണുവാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഗംഗാനദിയുടെ അലയൊലികളിൽ പ്രതിഫലിക്കുന്ന പ്രകാശിത വിളക്കുകൾ ഒരു ദിവ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് പലപ്പോഴും ഒരു ആത്മീയമായ ഉണർവ് നമുക്ക് സമ്മാനിക്കുന്നു. ഗംഗാ ആരതി വെറുമൊരു ആചാരം എന്നതിലുപരിയാണ്. വിശ്വാസം, സംഗീതം, ഭക്തി എന്നിവയെ ഒന്നിപ്പിക്കുന്ന ഒരു ജീവിക്കുന്ന പാരമ്പര്യമാണ് ഇത്. കാശിയിലെ ജനങ്ങളും നദിയും തമ്മിലുള്ള ശാശ്വത ബന്ധത്തെ ഇത് പ്രതീകപ്പെടുത്തുന്നു. ഇതൊരു ജലാശയമായി മാത്രമല്ല, ഒരമ്മയായും ശുദ്ധീകരണകാരിയായും വിമോചകയായും കാണപ്പെടുന്നു. ഭക്തർക്ക് ആരതി കാണുന്നത് അനുഗ്രഹങ്ങളും ആന്തരിക സമാധാനവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതേസമയം സന്ദർശകർക്ക് ഇത് ഇന്ത്യയിലെ ഏറ്റവും അവിസ്മരണീയമായ സാംസ്കാരിക അനുഭവങ്ങളിൽ ഒന്നായി തുടരുന്നു.